ഹലോ ഗൈസ്, കാപ്പിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഉള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഞാനിപ്പോൾ തൃപ്പൂണിത്തുള്ളത് എൻ്റെ ചിറ്റയുടെ വീട്ടിൽ. ഇതെൻ്റെ അണ്ണനാണ്, എൻ്റെ ചിറ്റയുടെ മോനാണ്, നമ്മുടെ അച്ഛൻ്റെ പെങ്ങളുടെ മോൻ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ ക്യാമറക്ക് ഒരു ബാറ്ററി മേടിക്കണം, പിന്നെ ഒരു മൈക്കും കൂടി എടുക്കാം എന്ന് ഞാൻ എടുക്കുന്നില്ല, വിചാരം മാത്രമേ ഉള്ളൂ, മേടിക്കുമെന്ന് എനിക്കറിയില്ല. നോക്കാം, റേറ്റ് കുറവാണെന്നുണ്ടെങ്കിൽ എടുക്കാൻ പറ്റും. അതെ, ഒടുക്കത്തെ കാശാണ് ഈ സാധനത്തിനൊക്കെ, പണ്ടാരം അല്ലേ, ഒരു വില കുറച്ച് വിൽക്കാൻ പോലെയാണ്. അപ്പോൾ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ അതെ, നിങ്ങൾക്ക് ഞാൻ ഒരു സത്യം പറയട്ടെ, ഒരു ക്യാമറ മേടിക്കുമ്പോഴേ കറക്റ്റായിട്ട് 2 ബാറ്ററി മേടിക്കാൻ നിങ്ങൾ മാക്സിമം ശ്രമിക്കുക. ഇല്ലെങ്കിൽ വെറുതെ എല്ലാം പോകും. ഒരു എന്താ പറയുക, ഒരെണ്ണം ഒറിജിനലും ഒരെണ്ണം ഡ്യൂപ്ലിക്കേറ്റും മേടിച്ചിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര പേടാണ്. കാരണം ഡ്യൂപ്ലിക്കേറ്റ് നമ്മൾ നല്ല സാധനം, നമുക്ക് നല്ല വിഷ്വലൊക്കെ എടുത്തിട്ട് നമ്മൾ ചെയ്തിട്ടിരിക്കുമ്പോഴേക്കും ഓഫായി പോകണം. നമുക്ക് അതിനുള്ളൊരു വേദന അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. കാരണം അധികം നിൽക്കില്ല, എൻ്റെ ചാർജ് അധികം നിൽക്കില്ല. ചാർജ് നിൽക്കില്ല, ഷട്ടാന്ന് പറഞ്ഞ് തീരും. അപ്പോൾ 2 ബാറ്ററി മേടിക്കുക, ഒരു ക്യാമറ മേടിക്കാൻ നേരത്തെ 2 ബാറ്ററി ഒറിജിനൽ മേടിക്കാൻ ശ്രമിക്കുക. ഞങ്ങൾക്ക് പറ്റിയ പോലത്തെ പറ്റും, നിങ്ങൾക്ക് പറ്റരുത്. പിന്നെ മൈക്ക് പറയണ സാധനം ഒന്നും കിട്ടാറില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും വണ്ടിയിലായിരിക്കും പോണത്, പോരാതെ എന്താണ് വണ്ടിയിലാണ് പോണത്. അപ്പോൾ മാക്സിമം നമ്മൾ ഈ കാറ്റും ഇതൊക്കെ പിടിച്ച് വരാൻ നേരത്ത്, നമ്മൾ ഈ എഡിറ്റ് ചെയ്യുന്ന നേരത്ത് നോയ്സ് റിഡക്ഷൻ ചെയ്തിട്ടും നമ്മുടെ ശബ്ദം അതിനകത്ത് കട്ടായി പോകും. പുറമെ കൊടുക്കുന്ന ശബ്ദമുണ്ടോ, അപ്പോൾ പിന്നെ നോയ്സ് റിഡക്ഷൻ ചെയ്താൽ എല്ലാ ശബ്ദം കൂടി പോകും. അപ്പോൾ ഒരു മൈക്കും കൂടി നോക്കാമെന്ന് വിചാരിക്കുന്നു. അന്തം വരെ പോയത് അല്ലേ, അവരുടെ വഴിയിലൊന്നും വന്നിട്ട് അതും കാര്യമാണ്. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ബാറ്ററി മേടിക്കാൻ പോകണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വൈറ്റിലേലി പൈനീർ അല്ലേ, പൈനീർ നമ്മളെ ബീവറേജിൻ്റെ ഒക്കെ തൊട്ടവിടെ തന്നെ, അവിടെ തന്നെ ഉള്ള ഒരു കടയാണ്. ഞങ്ങൾ ഇവിടെ നിന്നാണ് ഞാൻ ഇത് മേടിച്ചത്. എൻ്റെ ഇരിക്കണ പറഞ്ഞിട്ടുണ്ടോ, GoPro 12 ബ്ലാക്ക്. അതിൻ്റെ ഒരു ബാറ്ററി മേടിക്കണം. മൈക്ക് അവിടെ ഇല്ലെങ്കിൽ നമ്മൾ മൈജി പോയി മേടിക്കും. ഇതാണ് അപ്പോൾ നമ്മളെ പരിപാടി. അങ്ങനെ എന്തെങ്കിലും പറയാണ്ടു, പോയി നോക്കാം. അപ്പോൾ ഭയങ്കര എളുപ്പമായി പോയില്ല അല്ലേ, കൊള്ളല്ലേ, മഴ പെയ്യാൻ പോകണം, മഴ പെയ്യാൻ പോകണ്ട ഐസല്ലേ. ഓക്കെ, നമ്മൾ കടയിൽ ചെന്നിട്ട് കാണാം, അതായിക്കുന്നല്ലേ നമുക്ക്. ഇതാണ് നമ്മുടെ കട, ഇവിടെയാണ് നമ്മൾ വന്നേക്കാം സാധനം എടുക്കാനായിട്ട്. നമ്മളിപ്പോൾ ബാറ്ററി എടുക്കാൻ വന്നിട്ട് ഡ്യുവൽ ബാറ്ററി ചാർജറും 2 ബാറ്ററിയും കൂടിയായിട്ട് എടുത്തേക്കണേ. ഇതിനിപ്പോൾ ബില്ലിപ്പോൾ വന്നേക്കണത് പിടിച്ചണ ബില്ല് വന്നേക്കണത് 7500 രൂപ. ഇതെൻ്റെ പൈസ അല്ല, ഈ പൈസ ഞാൻ തിരിച്ചു കൊടുക്കണം, അതാണ് വിഷയം. അതാണ് സാധനം കൊടുക്കണത്. പൈസ ഇത്തിരി എടുത്ത് പൊട്ടിച്ചിട്ടുണ്ട്, ഞാൻ ഇതെല്ലാം കൂടി ഒരുമിച്ച് തരാം, നടപടിയാവില്ല അല്ലേ. ഇത് കാണാൻ നേരത്തെ തലക്കിലിരിക്കും സ്ഥാനം മേടിച്ചിട്ട്. ഉപകാരമുണ്ട്, പക്ഷേ സീനാണ്, പറയണം വീട്ടിൽ. അതെ ഇങ്ങനെ സാധനം എടുക്കേണ്ടി വരും. കാരണം ബാറ്ററി തന്നെ ഇട്ടിട്ട് ചാർജ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഏത് നിമിഷമാണ് ക്യാമറ അടിച്ചോണെന്ന് പറയാൻ പറ്റില്ല. അങ്ങനെ ഒരു പേടിയുണ്ട്. ഞാനേ ശരിക്കും പറഞ്ഞാൽ ഒരു ബാറ്ററി എടുക്കാനാണ് വന്നത്, പക്ഷേ ബാറ്ററി ഒന്നായിട്ടില്ല, ഇങ്ങനെയുണ്ട്. പിന്നെ ഈ സാധനം മേടിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നു, അതാണ് ഇതെടുത്ത്. എല്ലാം ഇത് ഇങ്ങനെയാവുമെന്ന് എനിക്കറിയാമല്ലോ, വീട്ടിൽ ചെല്ലുമ്പോൾ വെച്ചിട്ട്. ഇവിടെ നിന്നാണ് നമ്മുടെ സാധനം എടുത്തത്. ഞങ്ങളിവിടെ പോണ്. അതെ, ഇതിനകത്ത് ഈ കൂടെയൊക്കെ ഇരിക്കണ നാശകോശമുള്ളതാ. ബാറ്ററി മേടിച്ച് അതിനുള്ളത് വീട്ടിൽ ചെല്ലുമ്പോൾ കിട്ടും. അടുത്തതായി നമ്മൾ ഇട്ടിട്ടായിരുന്നു അവരടി. അപ്പോൾ അടുത്തതായി നമ്മൾ നമ്മുടെ കൊച്ചിനെ കാണാൻ വേണ്ടി ഞങ്ങൾ കണ്ണാടിക്കാടി വന്നത്. എന്ന് പറഞ്ഞാൽ വൈറ്റിലേന്ന് തിരിച്ച് റിട്ടേൺ വന്ന് നമ്മൾ സത്യം നമ്മളിൻ്റെ നേരെ നമ്മൾ വൈറ്റിലേക്കാണ് വന്നത്. ചേച്ചിയുടെ തട്ട് വന്നത് ഇവിടെ കണ്ണാടിക്കാടി. നമ്മുടെ ചേച്ചിയുടെ തട്ട് വന്നൊക്കെയാണ് ഇവിടെ അടുത്ത് കണ്ണാടിക്കട തന്നെ. വാതിലൊക്കെ തോന്നിട്ടുണ്ട്. എന്താ ടൈമിൽ പറയാൻ നോക്കാം.
ഇതൊക്കെ ഞങ്ങൾ ഇരിക്കുന്ന സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഇവിടെ ആരും ഇല്ല. ഇവിടെ എന്താ മാവെന്ത് അന്ന് മാവ് വെട്ടിക്കളഞ്ഞ നടത്താൻ. അയ്യോ ഇവിടെ മാവുണ്ടായിരുന്നു. ഇവിടെ ഒരു മാവുണ്ടായിരുന്നു കേട്ടോ. അത് കിട്ടില്ല മാവുണ്ടായിരുന്നു. അത് വെട്ടി. ഇവിടെ ഒരു മാവുണ്ടായിരുന്നു. അതിന് തെങ്ങും കൂടി വെട്ടിക്കളഞ്ഞിട്ടുണ്ടെങ്കിൽ അല്ല ഓക്കെ. ഉണ്ണിയുണ്ടോടാ ഇട്ടപ്പേ കൊച്ചിനെ കുളിക്കുന്നു. അയ്യോ നമ്മളൊക്കെ പാളയെ കുളിച്ച് കൊച്ചൊക്കെ എന്ത് സെറ്റപ്പ് ഒക്കെ എന്താ പഠിക്കണേ. അയ്യോ അയ്യോ ചാടി വേണ്ട അക്കെ എന്താക്കി ഇത് വെട്ടിക്കളഞ്ഞ എന്താക്കി മാ വെട്ടിക്കളഞ്ഞ എന്താക്കി എന്ത് യോനി പുരുഷന്റെ തലയാണ് അവിടെ. യോനി പുരുഷനാ അതാരാ? അയാളെ തല എവിടെ ഇരിക്കണെന്ന് അതുകൊണ്ട് മാവ് എന്ത് ചെയ്തൊക്കെ ഇവിടത്തെ മാവ് വെട്ടിക്കളഞ്ഞല്ല ഇവിടെ ഉണ്ടായിരുന്ന അത് കാറ്റടി കാരണം വെട്ടിയതല്ലേ. നിങ്ങൾക്ക് എന്ത് ദോഷം? ദോഷമുണ്ടടാ വീട്ടിലേക്ക് തുറന്ന് വീണാലോന്ന് ചോദിച്ചാൽ അത് പക്ഷേ മഴ ഒന്ന് കാറ്റടിച്ചിട്ട് പൊങ്ങിപ്പോയതിന്റെ പേര് പിന്നെ ഞങ്ങള് കയറിട്ട് കെട്ടി വെച്ചതായിരുന്നു. ആ അത് ശരി. അവിടെ ഒരു മാവുണ്ടായിരുന്നു ഗൈസ്. അത് വെട്ടിക്കളി എന്നാക്കി ഇതൊക്കെ ഇത് മെയിലായിട്ട് അവർ വെച്ചതാ. അന്നണ്ടാടി കൊച്ചിനെ പുറലോകം കാണിക്കുന്ന നമ്മളാണ്. എന്താണ് പറ്റിയത്? എന്നാക്കെ പോവൂല കാര്യം കൂടെ പിന്നെ ശരിമാമ എന്ത് പോയാ ചിറ്റപ്പേ കുത്തി പൊട്ടിക്കണം. എന്തിനാ കണ്ണൊക്കെ കുത്തി പൊട്ടിക്കണം? അയ്യോ അയ്യോ തൊപ്പി എടുക്കാൻ നോക്കണേന്ന് താന്ന് കൊടുക്കണേ. എന്റെ മൂക്ക് പൊന്നിനെ പോലെ അല്ലേ? പൊന്നിനെ പോലെ അല്ലേ ചെപ്പിരിക്കാം? പൊന്നൂസിനെ പോലെ ഇത് പൊന്നൂസ് അതാ അച്ചോക്കെ അപ്പൊ അച്ചോക്കനെ എങ്ങനെ മേടിച്ചതാണ്? അല്ലടാ അണ്ണാ അതാ ലേപ്പയുടെ ഫോട്ടോ ഉണ്ട്. അച്ചോക്കയുടെ ഫോട്ടോ ഇല്ല. എടാ തന്നെ മേടിച്ചതാണ്. പാത്രത്തിനടിക്കുക ഇല്ല ഇല്ല. ഇതെന്റെ അച്ഛന്റെ പെങ്ങള്. ആരോടാണ് കാണിക്കണത്? ക്യാമറ അത് ക്യാമറയാണെന്ന് മനസ്സിലായി. ഞാൻ അപ്പുറത്ത് ആരുമില്ല. അപ്പുറത്ത് ഞാൻ വ്ളോഗ് ചെയ്യുന്നുണ്ട്. അതെ ഇതെന്റെ ചിറ്റപ്പ. എന്തിനാ ചേർക്കുന്നത്? അവളുണ്ട് പൊന്നൂസ് റൂമില. ഇനി വേറൊരു ചേച്ചിയും കൂടി ഉണ്ട് എനിക്ക്. ഇത് അച്ചോക്ക അല്ലേക്കെ? എനിക്ക് ഇന്നൊരു ചേച്ചിയും കൂടി ഉണ്ട് അല്ലേ? രേപ്പ ഇവിടെ അല്ലേ? രേപ്പ അവരുടെ വീട് എവിടെ ആണെങ്കിൽ അവിടെ വരും. അളയൊരു സിബിച്ചേട്ടനുണ്ട്, പിന്നെ കൊച്ചു സിബിപ്പനുണ്ട്. അവർ വന്നായിരുന്നു ഇടയ്ക്ക് ഇവിടെ ഉണ്ടായ ഞാൻ പോകട്ടെ. അപ്പോൾ ഞങ്ങൾ പോകണേ. ഞങ്ങൾ ഇവിടെ ഇറങ്ങണേ. ഇയാളെ കാണിക്കരുതെന്ന് പറഞ്ഞാൽ പ്രത്യേകം അതാണ് ഇയാളെ പ്രത്യേകം കാണിക്കും. അവിടെ വേറെ കഥയാണ്. ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങണേ. ചിറ്റ പോണില്ലേ? ഓക്കെ ഗുഡ് നൈറ്റ്. അവിടെ പാടോ. ഓക്കെ ഓക്കെ ഫോട്ടോ എടുക്കാം. ഞാൻ ആ കാര്യം വല്ലാണ്ട് പറഞ്ഞത് ഈ വർക്ക് ഞങ്ങൾ ചെയ്തതാ. ഞാനും അണ്ണനും ഒക്കെ കൂടി ചെയ്ത വർക്ക് ഇത് ഒരു ദിവസം. നമുക്ക് കല്യാണത്തിന് മുമ്പ് ചെയ്ത വർക്കല്ലേ ഇത് നമ്മൾ കല്യാണത്തിന് മുമ്പ് ചെയ്തല്ലോ. ഞാനും അണ്ണനൊക്കെ കൂടി ഒരു ദിവസം മൊത്തം ഇരുന്ന് ചെയ്ത് പിന്നെ കളർ അടിച്ച് ഇങ്ങനെയാക്കി. ഇങ്ങനത്തെ വർക്കുകൾ വേണമെങ്കിൽ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യാം. ഇങ്ങനത്തെ കോണ്ടാക്ട് ചെയ്താൽ മതി അല്ലേ അണ്ണ? പോട്ടേക്കെ ചാച്ച ചിറ്റപ്പേ പോണില്ലേ? പോണ് എടാ പൊന്നേടാ. അത് അവിടെ കണ്ണനുണ്ട്. ഞാൻ കണ്ണനെ പിടിക്കണം. അതിനാ
എടേ ഇവിടെ 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 നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്ക് ഇവിടെ നോക്കണം ഇവിടെ 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 എല്ലാം കണ്ടു പോട്ടെ മഴ പെയ്യല്ലേ അയ്യോ ഇവിടെ ഇവിടെ മഴ പെയ്യണം അല്ലെങ്കിൽ ഓകണിട്ട് അച്ഛൻ പറയേ കള്ളനാണ് പോയിട്ട് വരാൻ മടി ഇവിടെ പോയി ടാറ്റ പറയുന്ന തോന്നി ഇല്ല അവിടെ വേറെ നോക്കിക്കണേ അത് ശരി പൊന്നു പോണ്ടി ടാറ്റ ഇന്നലെ വൈൻഡപ്പ് ചെയ്യാൻ മറന്നുപോയി ഇന്നലെ വന്ന് ഇവിടെ ഇരുന്നിട്ട് നേരെ കയറി ഇതെല്ലാം ഇവിടെ വെച്ചിട്ട് ഞങ്ങൾ പുറത്തോട്ട് പോയി അപ്പോൾ ഇത് അൺബോക്സ് ചെയ്യാന്നുള്ള വീഡിയോ ഒന്നും പറഞ്ഞു വെച്ചാൽ ഇത് അൺബോക്സ് ചെയ്യുന്ന വീഡിയോ ഞാൻ വേറെ ആയിട്ട് എടുക്കാം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വേറെ ഒന്നുമില്ലായിരുന്നു ജസ്റ്റ് നമ്മളൊരു ബാറ്ററി എടുക്കാൻ പോകുന്നു കാരണം ഒരു ക്യാമറ എടുക്കാൻ നേരത്തെ ഒരു ക്യാമറ എടുക്കാൻ 2 ഉറച്ച ബാറ്ററി മേടിക്കാൻ ശ്രമിക്കുക 2 3 മേടിച്ച് വെക്കാൻ ശ്രമിക്കുക വേറെ ഒന്നുമല്ല എത്ര വില കൊടുത്താലും അത് മേടിക്കാൻ ശ്രമിക്കുക കാരണം നമ്മൾ ചെയ്യുന്ന സാധനത്തിന് മനസ്സിലായി അത് കറക്റ്റ് കംപ്ലീറ്റ് ആയിട്ട് കിട്ടണമെങ്കിൽ ഇതേപോലെയുള്ള സാധനങ്ങൾ വേണം ഇല്ലെങ്കിൽ അത് എവിടെയെങ്കിലുമൊക്കെ വെച്ച് നഷ്ടപ്പെട്ടു നമ്മൾ നല്ലൊരു സാധനം ചെയ്തിട്ടിരിക്കാൻ നേരത്തായിരിക്കും ആ ഇടയ്ക്ക് വെച്ച് ആ ഇത് കട്ടായി പോകണം അപ്പോൾ ചിലപ്പോൾ ആ സാധനം പോകും ഇഷ്ടപ്പെട്ടിരിക്കുന്ന സാധനം പോകും അത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഇനിയൊരു വീഡിയോ ഇട്ട് വന്നവരെ ബൈ